എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഖേദ സത്യാഗ്രഹം 1918. ഗുജറാത്തിലെ ഖേദയിലും ഗാന്ധി വിജയകരമായൊരു സമരം നയിക്കുകയുണ്ടായി. വിളവ് മോശമായതിനെ തുടർന്ന് ഖേദയിലെ കർഷകർ ഭൂനികുതിയിൽ ഇളവ് വേണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇളവ് നൽകാൻ ഗവൺമെന്റ് വിസമ്മതിച്ചപ്പോൾ ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നത് വരെ നികുതി നിഷേധിക്കാൻ കർഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒടുവിൽ ഗവൺമെന്റ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായപ്പോൾ ഗാന്ധിജി സമരം പിൻവലിച്ചു. വല്ലഭായ് പട്ടേൽ തൻ്റെ അഭിഭാഷക വൃത്തി ഉപയോഗിച്ച് ഗാന്ധിയോടൊപ്പം ചേർന്നത് ഖേദയിലെ സമരത്തിൽ വച്ചായിരുന്നു. ഈ സമരങ്ങളെല്ലാം ഗാന്ധിജിയെ ബഹുജനങ്ങളുമായി അടുത്തിടപഴകുന്നതിന് സഹായിച്ചു. സാധാരണ ജനങ്ങൾ ഗാന്ധിജിയെ അവരിലൊരാളായി അംഗീകരിച്ചു. 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ചതും ഹിന്ദുസ്ഥാനി സംസാരിച്ചതും തോർത്ത് ധരിച്ചതും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഗാന്ധിജി അവരുടെ മനം കവരുക തന്നെ ചെയ്തു. തങ്ങളുടെ യാതനകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനതയിലെ ഓരോ വിഭാഗവും ഗാന്ധിജിയെക്കുറിച്ച് അവരുടെ സ്വന്തം ബിംബങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ഗാന്ധിജി ജന്മിമാരുടെ ചൂഷണം അവസാനിപ്പിക്കുമെന്നും തങ്ങൾക്ക് ഭൂമി നൽകുമെന്നും കർഷകർ വിഭാവനം ചെയ്തു. ഒരു ഉറച്ച ഹിന്ദു ആയിരുന്നുവെങ്കിലും ഗാന്ധിജിയുടെ വീക്ഷണം സാർവത്രികമായിരുന്നു. ഇന്ത്യൻ സംസ്കാരം ഹൈന്ദവമോ ഇസ്ലാമികമോ അല്ലെന്നും അത് സർവ്വതിൻ്റെയും സമന്വയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.